നമസ്കാരം. ജെസിഎഫ് അസോസിയേഷൻ അവതരിപ്പിക്കുന്ന ഈ വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങളുടെ മനസ്സിലുള്ള ഒരു കിടിലൻ ഐഡിയയെ AI ഉപയോഗിച്ച് എങ്ങനെ പൂർണ്ണമായി പ്രവർത്തിക്കുന്ന ഒരു മൊബൈൽ ആപ്പാക്കി മാറ്റാമെന്നാണ് ഈ വിശദീകരണത്തിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത്. അതും കോഡിംഗൊന്നും അറിയാതെ, ലക്ഷങ്ങൾ ചെലവാക്കാതെ തന്നെ. അപ്പോ എങ്ങനെയാണെന്ന് നോക്കാമല്ലേ? ശരി, നമുക്കൊരു സാധാരണ പ്രശ്നത്തിൽ നിന്ന് തന്നെ തുടങ്ങാം. എല്ലാവരും ഇപ്പോൾ AI വെച്ച് ആപ്പ് ഉണ്ടാക്കുന്നതിനെപ്പറ്റി സംസാരിക്കുന്നുണ്ട് അല്ലേ? പക്ഷെ കൃത്യമായ ഒരു പ്ലാൻ ഇല്ലാതെ ടൂളുകൾ ഉപയോഗിക്കാൻ തുടങ്ങിയാൽ പകുതി വഴിയിലെത്തുമ്പോൾ എല്ലാം കുളമാകും. എന്ത് ചെയ്യണം എന്നറിയാതെ നമ്മൾ സ്റ്റക്കാവും. ഈ ഒരു ബുദ്ധിമുട്ട് നിങ്ങൾക്കും തോന്നിയിട്ടുണ്ടോ? ഇതിനൊരു സൂപ്പർ സൊല്യൂഷൻ ഉണ്ട്. മികച്ച റിസൾട്ട് കിട്ടാൻ നമ്മൾ AIയെ ഒരു കോൺട്രാക്ടറെ പോലെ കാണണം. അതായത്, ഒരു വീട് പണിയാൻ കൃത്യമായ പ്ലാൻ കൊടുക്കുന്ന പോലെ ഒരു വരി കോഡ് പോലും എഴുതുന്നതിനു മുൻപ് നമ്മൾ AIക്ക് ആപ്പിന്റെ ഒരു മാസ്റ്റർ ബ്ലൂപ്രിന്റ് നൽകണം. ഇതാണ് ആപ്പുകൾ നിർമ്മിക്കാനുള്ള ഏറ്റവും സ്മാർട്ടായ രീതി. അപ്പോ നമ്മുടെ ഇന്നത്തെ റോഡ് മാപ്പ് ഇതാണ്. സ്മാർട്ടായി ആപ്പുകൾ നിർമ്മിക്കുന്ന രീതി, ടൂളുകൾ സെറ്റപ്പ് ചെയ്യൽ, ഓരോ ഘട്ടങ്ങളായുള്ള നിർമ്മാണം, വെബ് ആപ്പ് പബ്ലിഷ് ചെയ്യൽ, ഒടുവിലത് മൊബൈൽ ആപ്പിലേക്ക് മാറ്റൽ. ഭാഗം 1. സ്മാർട്ടായി ആപ്പുകൾ നിർമ്മിക്കാം. ഇതിന്റെ പ്രധാന തയ്യാറെടുപ്പുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. വെറുതെ ഒരു അടിസ്ഥാന പ്രോംപ്റ്റ് മാത്രം ടൈപ്പ് ചെയ്ത് കൊടുത്താൽ പോരാ എന്ന് ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. അങ്ങനെ ചെയ്താൽ അത് ഒരുപാട് തെറ്റുകൾക്ക് കാരണമാകും. അതിനു പകരം നമ്മൾ കൃത്യമായ ഒരു റിക്വയർമെന്റ് ഡോക്യുമെന്റ് തയ്യാറാക്കണം. എങ്കിൽ മാത്രമേ AI നമ്മൾ ഉദ്ദേശിച്ച കാര്യങ്ങൾ കൃത്യമായി ചെയ്യുകയുള്ളൂ. ഭാഗം 2. ടൂളുകൾ സെറ്റപ്പ് ചെയ്യാം. നമ്മുടെ ഡിജിറ്റൽ വർക്ക് ബെഞ്ച് ഒന്ന് റെഡിയാക്കാം. ഇതാണ് നമ്മുടെ ഈ പ്രോസസ്സിലെ ഏറ്റവും വലിയ സീക്രട്ട്. നമ്മൾ ആദ്യം ലവബിൾ പ്ലാറ്റ്ഫോമിൽ ഒരു അക്കൗണ്ട് എടുക്കുന്നു. അതിനുശേഷം ഗ്രാവിറ്റി റൈറ്റ് എന്ന AI ടൂൾ വഴി ഒരു കിടിലൻ പ്ലാൻ ഉണ്ടാക്കി അത് നേരിട്ട് ലവബിളിന്റെ നോളജ് ബേസിലേക്ക് കോപ്പി പേസ്റ്റ് ചെയ്യുന്നു. ഇതോടെ നമ്മൾ പ്ലാൻ ചെയ്തതുപോലെ തന്നെ AI പ്രവർത്തിക്കാൻ തുടങ്ങും. കൃത്യമായ 8 ഘട്ടങ്ങളുള്ള മാസ്റ്റർ പ്ലാൻ ഉണ്ടാക്കാൻ നമ്മൾ ഒരുപാട് കഷ്ടപ്പെടുകയൊന്നും വേണ്ട കേട്ടോ. ആപ്പിന്റെ പേര്, വിവരണം, പ്ലാറ്റ്ഫോം, ഈ 3 കാര്യങ്ങൾ മാത്രം ഗ്രാവിറ്റി റൈറ്റിൽ നൽകിയാൽ മതി. എല്ലാം വളരെ വേഗം റെഡിയാകും. അടുത്തതായി നമ്മൾ ലവബിളിനെ ഗിറ്റ്ഹബുമായി കണക്ട് ചെയ്യണം. ഇതെന്തിനാണെന്നല്ലേ? നിങ്ങളുടെ ആപ്പിന്റെ കോർ ഫയലുകളൊക്കെ എപ്പോഴും സുരക്ഷിതമായി സൂക്ഷിക്കുന്ന ഒരു ഡിജിറ്റൽ ലോക്കറായിട്ടാണ് ഗിറ്റ്ഹബ് പ്രവർത്തിക്കുന്നത്. നമ്മുടെ വർക്കുകളൊന്നും നഷ്ടപ്പെടില്ല എന്ന് ഉറപ്പാക്കാൻ ഇത് അത്യാവശ്യമാണ്. അതുപോലെ തന്നെ പ്രധാനപ്പെട്ട മറ്റൊന്നാണ് സൂപ്പർബേസ്. യഥാർത്ഥ ആളുകൾ ആപ്പ് ഉപയോഗിച്ചു തുടങ്ങുമ്പോൾ അവരുടെ ലോഗിൻ വിവരങ്ങളും മെസ്സേജുകളും പോലെയുള്ള ലൈവ് ഡേറ്റകൾ സുരക്ഷിതമായി കൈകാര്യം ചെയ്യാൻ നമ്മൾ ലോബിളിനെ സൂപ്പർബേസുമായി കണക്ട് ചെയ്യണം. ഭാഗം 3. ഓരോ ഘട്ടങ്ങളായി നിർമ്മിക്കാം. ഏറ്റവും എക്സൈറ്റിംഗ് ആയ കാര്യത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. നമ്മൾ നേരത്തെ തയ്യാറാക്കിയ പ്ലാൻ ഓരോ ഘട്ടമായി ലവബിളിൽ നൽകുന്നു. വെൽക്കം പേജ്, ഡെസ്റ്റിനേഷൻ സെർച്ച്, സൈനപ്പ് പേജ് തുടങ്ങിയ ഫീച്ചറുകൾ ഓരോന്നായി നമ്മുടെ മുന്നിൽ ജീവൻ വെക്കുന്നത് കാണാൻ കഴിയും. ഒരു ഡെവലപ്പർ ആഴ്ചകളെടുത്ത് ചെയ്യുന്ന കാര്യങ്ങളാണ് വെറും മിനിറ്റുകൾക്കുള്ളിൽ ഇവിടെ നടക്കുന്നത്. ഇങ്ങനെ ആപ്പ് ഉണ്ടാക്കുമ്പോൾ ചിലപ്പോൾ എററുകളോ സെക്യൂരിറ്റി പോളിസി പ്രശ്നങ്ങളോ ഒക്കെ വരുന്നത് തികച്ചും സ്വാഭാവികമാണ്. എന്നാൽ ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. ലവബിളിൽ ഒരു മാന്ത്രിക ബട്ടണുണ്ട്. ആ ട്രൈ ടു ഫിക്സ് ബട്ടൺ ക്ലിക്ക് ചെയ്താൽ മതി. പ്രശ്നം താനേ സോൾവ് ആവും. ഇനി ചില സമയങ്ങളിൽ നമുക്ക് പുറത്തുനിന്നുള്ള സഹായം വേണ്ടിവരും. ഉദാഹരണത്തിന്, നമ്മുടെ ആപ്പിലെ AI ചാറ്റ് ഫീച്ചർ വർക്ക് ചെയ്യണമെങ്കിൽ ഒരു ഓപ്പൺ AI API കീ കൊടുക്കണം. ഇതൊരു VIP പാസ് പോലെയാണ്. ആ കീ നൽകുന്നതോടെ നിങ്ങളുടെ ചാറ്റ് സിസ്റ്റം പക്കായി പ്രവർത്തിക്കാൻ തുടങ്ങും. ഭാഗം 4. വെബ് ആപ്പ് പബ്ലിഷ് ചെയ്യാം. നമ്മുടെ ആപ്പ് ഏകദേശം റെഡിയായി. ഇനിയത് ലൈവാക്കാം. ഇതൊരു ആഘോഷിക്കാനുള്ള നിമിഷമാണ് സുഹൃത്തുക്കളെ. ലവിറ്റബിളിലെ പബ്ലിഷ് ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നതോടെ ആപ്പിന്റെ വെബ് വേർഷൻ ഓൺലൈൻ ആകുകയാണ്. സുരക്ഷിതമായ ലോഗിനും ലൈവ് ഡേറ്റാബേസും AI ചാറ്റുമെല്ലാം കൃത്യമായി വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് നമുക്ക് ഇവിടെ ടെസ്റ്റ് ചെയ്യാം. ഒരു വരി കോഡ് പോലും ഇല്ലാതെ നമ്മളിത് സാധിച്ചെടുത്തു. ഇതൊരു യഥാർത്ഥ മൊബൈൽ ആപ്പാക്കി മാറ്റുന്നതിനു മുമ്പ് എളുപ്പത്തിൽ ചെയ്യാവുന്നൊരു ഹാക്ക് കൂടി പറഞ്ഞുതരാം. ഈ വെബ് ആപ്പിന്റെ ലിങ്ക് നിങ്ങളുടെ മൊബൈലിന്റെ ഹോം സ്ക്രീനിലേക്ക് ഒരു ഷോർട്ട്കട്ടായി നേരിട്ട് സേവ് ചെയ്തു വെക്കാം. പെട്ടെന്ന് ആക്സസ് ചെയ്യാനും ടെസ്റ്റ് ചെയ്യാനും ഇത് വളരെ ഉപകാരപ്രദമാണ്. ഭാഗം 5. മൊബൈൽ ആപ്പിലേക്ക് മാറ്റാം. നമ്മൾ അവസാന സ്റ്റെപ്പിലേക്ക് എത്തുകയാണ്. നിലവിൽ ലവബിളിൽ നിന്ന് നേരിട്ട് ഡൗൺലോഡ് ചെയ്യാവുന്ന മൊബൈൽ ആപ്പ് കിട്ടില്ല. അപ്പോഴാണ് നമ്മൾ ആപ്പിക് എന്ന പേരുള്ള ഒരു ടൂൾ ഉപയോഗിക്കുന്നത്. ഒരു വെബ് ആപ്പിനെ മൊബൈലിൽ ഇൻസ്റ്റാൾ ചെയ്യാൻ കഴിയുന്ന ഒരു യഥാർത്ഥ ആൻഡ്രോയിഡ് ഫയലാക്കി മാറ്റാൻ ഈ ബ്രിഡ്ജ് ടൂൾ നമ്മളെ സഹായിക്കും. ആപ്പിക് ഉപയോഗിക്കുന്നത് വളരെ സിമ്പിളാണ്. നിങ്ങളുടെ വെബ് URL അതിൽ പേസ്റ്റ് ചെയ്യുക,
ആപ്പിന്റെ ലോഗോ അപ്ലോഡ് ചെയ്യുക, എന്നിട്ട് ബിൽഡ് ക്ലിക്ക് ചെയ്യുക. കണ്ടോ, സാധാരണയായി മാസങ്ങളെടുക്കുന്ന പണി വെറും 3 സ്റ്റെപ്പിൽ കഴിഞ്ഞു. പ്ലേ സ്റ്റോറിൽ നിന്നൊക്കെ ഡൗൺലോഡ് ചെയ്യുന്ന പോലെ തന്നെയുള്ള ഒരു ഒറിജിനൽ APK ഫയൽ നിങ്ങളുടെ കയ്യിൽ കിട്ടും. അപ്പോൾ ഒരു വരി കോഡ് പോലും എഴുതാതെ വെറും ഒരു ഐഡിയയിൽ നിന്ന് തുടങ്ങി പൂർണ്ണമായി പ്രവർത്തിക്കുന്ന ഒരു ആപ്പ് നിർമ്മിക്കാനുള്ള മാസ്റ്റർ പ്ലാൻ ഇപ്പോൾ നിങ്ങളുടെ കൈകളിലുണ്ട്. ഈ വിശദീകരണം നിങ്ങൾക്ക് വളരെ ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ടൂളുകളൊക്കെ റെഡിയാണ്. ലോകത്തെ മാറ്റിമറിക്കാൻ പോകുന്ന ആ ആപ്പ് നിങ്ങൾ എന്നാണ് നിർമ്മിക്കാൻ തുടങ്ങുന്നത്?